കിനാവിൻ പ്രണയവനിയിൽ അലിഞ്ഞു ചേർന്ന രാഗമായി ഹബീബിൻ മധുനുകരുമാ മനം കവർന്ന താളമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. റസാനത്ത് ഭാഗം 29. വഅഹ്സനിൽ വന്നമിത് വഅംബി റബ്ബിക ഈദ് മാ മറ മുറുൽ ഖദാ അലൈക വൽ ഖദറു وقد أضل على من كان يقطعه حتى يجر على أعناقه الشجر وأحسن الظن നീ ധാരണ നന്നാക്കണം മിതുവാൻ നീ വഴിപ്പെട്ട നിലയിൽ ബിറബ്ബിക നിന്റെ റബ്ബിനെ കുറിച്ച് ഇത് മാമറ കഴിഞ്ഞു പോകുന്ന വേളയിൽ മുറുൽ ഖദാ അല്ലാഹുവിൻ്റെ വിധിയിൽ നിന്ന് വിഷമമുള്ളത് അലൈക നിനക്ക് വൽ ഖദറു അല്ലാഹുവിൻ്റെ മുൻ തീരുമാനത്തിൽ നിന്ന് കൈപ്പുള്ളതും വഖദ് അളല്ല അലാ മൻ കാന യഖതഉ ഹത്താ യജിറു അലാ അനാഖിഹി ശജറു വഖദ് അളല്ല ശജറു നിശ്ചയം വൃക്ഷം തണലിടുന്നതാണ് അലമൻ ഒരുത്തനിക്ക് കാന യഖതഉഹു അവൻ ആ വൃക്ഷത്തെ മുറിക്കുന്നവനായിരിക്കുന്നു ഹത്താ യജിറ ആ വൃക്ഷം വീഴുന്നത് വരെ അലാ അനാഖിഹി അതിൻ്റെ തടിയുടെ മേൽ ആ വൃക്ഷം വീഴുന്നത് വരെ അവന് ആ വൃക്ഷത്തെ മുറിക്കുന്നവനായിരിക്കുന്നു. അങ്ങനെയുള്ള ഒരുത്തനിക്ക് ആ വൃക്ഷം തണലിടുന്നു. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിവിധ പരീക്ഷണങ്ങൾ വരുമ്പോഴെല്ലാം അല്ലാഹുവിനെ കുറിച്ച് നല്ല വിചാരം മാത്രമേ അവനിക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. പരീക്ഷണ വേളയിലും മരണം വരെയും റബ്ബിന് നന്ദി കാണിക്കേണ്ടതാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും റബ്ബ് നൽകിയ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ സ്മരിച്ച് അവൻ ഇബാദത്ത് ചെയ്യാൻ ശ്രമിക്കണം. ഒരു വൃക്ഷത്തെ മുറിക്കുന്നവൻ അതിനെ വെട്ടുമ്പോഴും അത് മുറിഞ്ഞു വീഴുന്നത് വരെയും വെട്ടുന്നവന് തണൽ നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാം അനാ ഇൻദല്ലന്നി അബ്ദീ ബി. അല്ലാഹു പറയുന്നു, ഞാൻ എൻ്റെ അടിമ എന്നെക്കുറിച്ച് ധരിക്കുന്നതനുസരിച്ച് പ്രതിഫലം നൽകുന്നതാണ്. അല്ലാഹുവിനെ കുറിച്ച് നല്ല ധാരണ വെച്ചാൽ നല്ല പ്രതിഫലം ലഭിക്കും, മറിച്ചാണെങ്കിൽ ചീത്തയുമാണ്. അതുകൊണ്ട് അല്ലാഹുവിന് നന്ദിയുള്ള അടിമകളായി ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല അടിമകളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. തന്ന നിഅമത്തുകൾക്ക് നന്ദി ചെയ്യുന്നവരായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.